ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐറമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. നമ്മുടെ ഐറമോൾക്ക് പനിയായിരുന്നു കേട്ടോ. 2-3 ആഴ്ച മുന്നേ ഒന്ന് പനി പിടിച്ചായിരുന്നു. വീട്ടിൽ ആദ്യം ഐറയ്ക്കാണ് പനി പിടിച്ചത്. ഐറയ്ക്ക് പനി പിടിച്ച് കഴിഞ്ഞ് അമ്മച്ചിക്ക് പനി പിടിച്ചു, ചേട്ടായിക്ക് പനി പിടിച്ചു, എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് പിടിച്ചായിരുന്നു. അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടായിയുടെ പനി കഴിഞ്ഞപ്പോഴത്തേക്കും ഐറമോൾക്ക് വീണ്ടും പനി പിടിച്ചു. അപ്പം നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ അപ്പോൾ രാവിലെ ചേട്ടായി പോയി വർക്ക്ഷോപ്പൊക്കെ തുറന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോണത്. അപ്പം അവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിച്ചായിരുന്നു. പക്ഷേ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ജലദോഷം, മൂക്കിക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരുമായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് പീഡിയാട്രിഷനെ കാണിച്ചേക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പോകുന്നത്. അരമോളുടെ കണ്ണൊക്കെ കുഞ്ഞായി പോയായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. ഭയങ്കര തുമ്മലായിരുന്നു. തുമ്മി കൊച്ചങ്ങ് അവശതയും. എന്നാൽ പിന്നെ പീഡിയാട്രിഷനെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകണം. രാവിലെ ഒരു 10-10:30 ആയപ്പം ഹോസ്പിറ്റലിൽ പോവാണ്. രാവിലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം ഞാനും ചേട്ടായിയും ഐറൂട്ടിങ്ങിൻ്റെ പോണേ. അമ്മച്ചി വന്നില്ല. അമ്മച്ചിക്ക് പനി പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. അപ്പം മോർണിംഗിൽ പോയിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോകണം. ഞാനും ഐറൂട്ടി പാവം ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ ഐറൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം യാത്ര പോകണം. അപ്പം ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി എല്ലാം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു, ക്യൂ ഒക്കെ നിന്ന് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു ഐറൂട്ടിക്ക്. എന്നിട്ട് ഡോക്ടറെ കാണാൻ നേരത്തും ക്യൂ ആയിരുന്നു. അവിടെ ഒരു ക്യൂ നിന്നു, അവിടെ നിന്ന് അടുത്ത ക്യൂവിൽ നിന്നു. 3 ഡോക്ടർ മാറി നിന്നിട്ടാണ് ലാസ്റ്റ് ആ ഡോക്ടറെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതുന്നു. അപ്പം ചേട്ടായി ക്യൂ നിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുക. ചുമയ്ക്കുള്ളതും തുമ്മലിനുള്ളതും ഒക്കെ കിട്ടി. മൂക്കിലൊഴിക്കാനുള്ള മരുന്നൊക്കെ കിട്ടി. മരുന്നൊക്കെ മേടിച്ച് വണ്ടി കുറച്ച് പുറത്തായിട്ടിരുന്നു. അകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി പുറത്തായിട്ടിരുന്നത്. അപ്പോൾ വണ്ടി കിടക്കുന്നിടത്തോട്ട് പയ്യെ നടന്നു പോവുകയാണ്. ഐറൂട്ടി എല്ലാം കാണുക. ഐറൂട്ടിക്ക് ഇങ്ങനെ പുറത്തിറങ്ങണ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ട് പനിയൊക്കെ പിടിച്ച കാരണം വീട്ടിൽ തന്നെ ഇങ്ങനെ തണുപ്പൊന്നും അടിക്കാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കൊരു മരുന്ന് കിട്ടിയില്ലായിരുന്നു. പിന്നെ താഴെ സിറ്റിയിൽ പോയി ടൗണിൽ പോയി മേടിക്കാമെന്ന് ഓർത്ത് വന്ന് താഴെ മെഡിക്കൽ സ്റ്റോറിൽ പോയി കിട്ടാത്ത ഒരു മരുന്ന് കൂടി ഉണ്ടായിരുന്നു. ആ മരുന്നും കൂടി മേടിച്ചു. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കണമായിരുന്നു. മീനും മേടിക്കണമായിരുന്നു. കുറച്ച് കപ്പയും മേടിച്ചു, മീനും മേടിച്ചു, ഫ്രൂട്ട്സും മേടിച്ചു, പച്ചക്കറിയും മേടിച്ചു. അങ്ങനെ എല്ലാം മേടിച്ച് നമ്മൾ തിരിച്ചു പോരുക. പോകുന്ന വഴിക്കപ്പോഴത്തേക്കും ഐറൂട്ടി ഉറങ്ങിപ്പോയിട്ട് ക്ഷീണം കൊണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കപ്പയൊക്കെ കൊത്തി നുറുക്കി. കപ്പയും നമ്മൾ മത്തിയായിരുന്നു മേടിച്ചത്. അപ്പോൾ കപ്പയും മത്തിയും വെക്കാമെന്ന് വിചാരിച്ച് കപ്പയൊക്കെ കൊത്തി നുറുക്കി അടുപ്പത്താക്കി തേങ്ങയൊക്കെ അരച്ചെടുത്തു. അങ്ങനെ കപ്പ സെറ്റാക്കി. നല്ല കപ്പയായിരുന്നു, നല്ല ലൊടേന കപ്പയായിരുന്നു. ചില കപ്പ വേവില്ലല്ലോ, പിന്നെ നല്ല കപ്പയായിരുന്നു. കപ്പയൊക്കെ ഇളക്കി വാങ്ങി സെറ്റാക്കിയെടുത്തു. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ആ സെറ്റ്. ഈ മീന് വേണ്ടിയിട്ട് നമ്മൾ അരപ്പ് മൂപ്പിക്കുകയാണ്. അരപ്പൊക്കെ മൂപ്പിച്ച് നമ്മുടെ മത്തിക്കറി അടുപ്പത്തായിട്ടുണ്ട്. അങ്ങനെ മത്തിക്കറിക്ക് തിളയൊക്കെ വന്നു. അങ്ങനെ കറി വെന്തു. കറി വാങ്ങിയെടുത്തു. ഇനി അടുത്ത് കഴിക്കാനുള്ളതാണല്ലോ. അങ്ങനെ കപ്പയും മത്തിക്കറിയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കപ്പയും മത്തിക്കറി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.